التمسك بالأثر نجاه. സുആലു സാമിനു വസ്സമാനൂൻ 88ാമത്തെ ചോദ്യം, മാ കൻസുൽ ജന്ന, സ്വർഗത്തിലെ നിധി അതെന്താണ്? അൽ ജവാബ്, ഉത്തരം എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് ഈ ഒരു വാക്കാണ്, ലാ ഹൗല വലാ ഖുവത. എന്നുവെച്ചാൽ നമ്മളിവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ എത്രത്തോളം പ്രാവശ്യം പറയുന്നു അത്രത്തോളം നിധികൾ നമ്മൾക്ക് അല്ലാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെക്കുന്ന. നമ്മളിവിടെ എത്രത്തോളം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അത് നമ്മുടെ വെറുതെ നാവുകൊണ്ട് പറയൽ മാത്രമല്ല, അതിൻ്റെ ആശയം ശരിക്കും നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. അങ്ങനെ നമ്മൾ എത്രത്തോളം അത് ആവർത്തിച്ച് പറയുന്നുവോ, നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവോ, അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിലൊരു പ്രത്യേക നിധി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എന്താണ് അതിനർത്ഥം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ലാ ഹൗല, ഹൗലെന്ന് പറഞ്ഞാൽ മാറ്റം എന്നുള്ള അർത്ഥമാണ്. ഖുവത്ത് എന്ന് പറഞ്ഞാൽ ശക്തി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മാറാനോ അല്ലെങ്കിൽ ശക്തി ഉപയോഗിക്കാനോ ഒന്നും കഴിയില്ല, സാധിക്കുകയില്ല, ഇല്ലാ ബില്ല, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. എന്ന് വെച്ചാൽ നമുക്കൊരു ശക്തിയും ഇല്ല നീ സഹായിച്ചാലല്ലാതെ. റബ്ബേ, നീ മാറ്റം വരുത്തിയാലല്ലാതെ എനിക്ക് ഈ മാറ്റം വരുത്താൻ കഴിയും. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബിൽ പൂർണ്ണമായി ഏൽപ്പിക്കാം. നമുക്കൊരു കഴിവുമില്ലാന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കാം. നമ്മൾ ഒന്നിനും കഴിവില്ലാത്തവനാ, അശക്തനാണ്, നീ സഹായിച്ചാലല്ലാതെ ഒരു കാര്യവും പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരുവനാണ്, അത്രയും ദുർബലനാണ് ഞാൻ എന്ന് നമ്മൾ സ്വയം നമ്മളിലെ എന്ത് ചെയ്യാണ്, നമ്മളുടെ പോരായ്മ എടുത്ത് പറയാണ് റബ്ബിൻ്റെ മുന്നിൽ. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ആശ്രയവും നിന്നിലാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, റബ്ബിൻ്റെ മുന്നിൽ നമ്മുടെ ഒരു ദൗർബല്യത റബ്ബിൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ എന്തൊരു കാര്യം ചെയ്യും, നമ്മളിപ്പോൾ ഉദാഹരണം മരുന്ന് കഴിക്കുക, രോഗം വന്ന് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ, നമ്മൾ മരുന്ന് കഴിക്കുമ്പോഴും നമ്മുടെ കൽബ് റബ്ബുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയായിരിക്കും. ഒരിക്കലും കൽബ് മരുന്നുമായി ബന്ധപ്പെട്ടതായിരിക്കില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി ഒരാളുടെ ഹൃദയം ഒരിക്കലും റബ്ബല്ലാത്തൊരു കാര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കൂല. മരുന്ന് കഴിക്കുമ്പോൾ പോലും എനിക്ക് ഈ മരുന്ന് എൻ്റെ ശരീരത്തിൽ അത് ഉപകാരപ്പെടണമെങ്കിൽ റബ്ബ് വിചാരിച്ചാലേ സാധിക്കുകയുള്ളൂ. എൻ്റെ രോഗം മാറ്റുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന ഉറച്ച ബോധ്യം അവനുണ്ട്. അപ്പം ആ രൂപത്തിൽ റബ്ബ് കൽപ്പിച്ച സബബുകൾ സ്വീകരിക്കുമ്പോൾ പോലും ഹൃദയം എപ്പോഴും റബ്ബിൽ ബന്ധിപ്പിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥയിലെത്തിയ ആളുകൾക്കാണ് ഈ ഒരു സ്വർഗത്തിലെ നിധി റബ്ബ് വാഗ്ദാനം ചെയ്തിട്ട് അതിനറിയിക്കുന്ന വാക്കാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മൾ വീട്ടുകാർക്ക് വരുമാനത്തിന് വേണ്ടി പുറത്തേക്ക് വരുമാനം അന്വേഷിച്ച് പുറപ്പെടുമ്പോഴും നമ്മുടെ ഹൃദയം ഒരിക്കലും നമ്മൾ എന്തിനെയാണോ ആശ്രയിക്കാം, നമ്മൾ എന്തിനെയാണോ സബബായി നിശ്ചയിക്കാൻ പോകുന്നത്, അത് ചിലപ്പോൾ നമ്മുടെ ബുദ്ധിശക്തിയായിരിക്കും, നമ്മുടെ മറ്റെന്തെങ്കിലും മിടുക്കോ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഒരിക്കലും നമ്മുടെ ഹൃദയം അതുമായി ബന്ധപ്പെടുത്താൻ പാടില്ല. നമ്മുടെ ഹൃദയം എപ്പോഴും പൂർണ്ണമായി റബ്ബുമായി ബന്ധപ്പെടുത്താൻ, അള്ളാഹുവുമായി ബന്ധപ്പെടുത്താൻ. അവൻ നൽകിയതേ കിട്ടുകയുള്ളൂ, അവൻ നൽകിയിട്ടില്ലെങ്കിൽ കിട്ടൂല. എനിക്കെത്ര മിടുക്കുണ്ടായിട്ടും കാര്യമില്ല, എത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ട് ഓടിയിട്ടും കാര്യമില്ല, റബ്ബ് കണക്കാക്കിയതല്ലാത്തൊരു കാര്യം എനിക്ക് കിട്ടൂല എന്ന ആ ഉറച്ച ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വേണ്ടതുണ്ട്.